എല്ലാവർക്കും കുക്കുത്രിനിയിലേക്ക് സ്വാഗതം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണിന്ന്. വട്ടയപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണ് വട്ടയപ്പം, അല്ലേ? അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വട്ടയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി റൈസും ഉപയോഗിക്കാം. ഈ 1.5 കപ്പ് പച്ചരി 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഏകദേശം ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിരുന്നതാണിത്. ഇനി ഇതിനകത്തെ ആ വെള്ളമെല്ലാം ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വട്ടയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3/4 കപ്പ് തേങ്ങാ ചിരകിയത്, നമ്മൾ എന്തേരം അരി എടുക്കുന്നോ അതിൻ്റെ പകുതി തേങ്ങാ ചിരകിയത് എടുക്കുക. 1/2 കപ്പ് ചോറ്, 1/2 കപ്പ് തേങ്ങാപ്പാൽ, 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര, പിന്നെ ഈസ്റ്റ്, അതായത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് 1/2 ടീസ്പൂൺ ഉണ്ട്. ഈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളവും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ നിന്ന് 1 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ഈ ചെറു ചൂടുവെള്ളത്തിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റിനെ ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ പഞ്ചസാര ഹെൽപ്പ് ചെയ്യും. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഈ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരിയൊക്കെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ഏറ്റവും വലിയ ജാറാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനകത്താകുമ്പോൾ എനിക്ക് ഈ 1.5 കപ്പ് അരി ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ട് വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങ ചിരകിയത്, പിന്നെ വേണ്ടുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരം നിങ്ങൾ വെള്ളം ചേർത്ത് അരച്ചാലും മതി. ഈ 1/2 കപ്പ് തേങ്ങാപ്പാലും മതിയാവില്ല ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും കുറച്ചുകൂടെ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് അരച്ച് തുടങ്ങുമ്പോഴത്തേക്കും അറിയാം എന്തായാലും വെള്ളം കൂടെ ചേർക്കണമെന്നുള്ളത്. നല്ലൊരു സ്മൂത്ത് പേസ്റ്റാക്കി ഞാനിപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ബാക്കിയിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് അരി അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഇട്ട് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പൊങ്ങി വന്നിരിക്കുന്ന ഈ ഈസ്റ്റും കൂടെ ആ വെള്ളത്തോടു കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഈസ്റ്റ് മാവിൻ്റെ എല്ലായിടത്തേക്കും ആകുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് വാമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇത് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഏകദേശം 5 മുതൽ 8 മണിക്കൂർ വരെ എടുക്കും ഇത് പുളിച്ചു പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ചൂട് പോലെ ഇരിക്കും എടുക്കുന്ന സമയം. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മാവൊക്കെ നന്നായിട്ട് പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത സമയത്ത് എൻ്റെ ക്യാമറ ഓഫായിട്ട് കിടക്കുമായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല, സോറി. അപ്പം ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മൂടി വെച്ച് ഒരു 1/2 മണിക്കൂറും കൂടെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഇത് വീണ്ടും നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, നന്നായിട്ടത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റീമറിൽ വെച്ചിട്ടാണ് വട്ടയപ്പം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലൊരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് വട്ടയപ്പം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നന്നായിട്ട് ഞാൻ ചുറ്റും നെയ്യ് പുരട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ മുകളിൽ നിന്നുള്ള മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ 1/2 മണിക്കൂർ പൊങ്ങാൻ വെച്ചതിന് ശേഷം വീണ്ടും തുറക്കുമ്പം എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മുകളിൽ നിന്നുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതിനെ നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ട്
മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറുതീയിൽ ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുക്കുന്ന പാത്രത്തിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സമയം. ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിയുമ്പം ഒന്ന് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഉണക്കമുന്തിരി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ മാവിൻ്റെ അടിയിലേക്ക് അങ്ങ് താഴ്ന്നു പോകും. അപ്പം 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് ആ മുകളിൽ തന്നെ ഇരുന്നോളും. നിർബന്ധമൊന്നുമില്ല ഉണക്കമുന്തിരി വെച്ച് കൊടുക്കണമെന്ന്. പ്ലെയിനായിട്ടും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കുന്നു എന്ന് മാത്രം. അതിനുശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് ചെറുതീയിൽ ബാക്കിയും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വട്ടയപ്പമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ആ വട്ടയപ്പം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ചുറ്റും നെയ്യ് തൂത്ത് കൊടുത്തത് കൊണ്ട് തന്നെ പ്ലേറ്റിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ട് നല്ല എളുപ്പമാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. ഞാനിത് മുറിച്ചും കൂടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് ഇത്രയും മാവിൽ നിന്ന് ഇതുപോലത്തെ 3 വട്ടയപ്പമാണ് കിട്ടിയിരിക്കുന്നത്. 3ഉം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ അപ്പത്തിന് ചേർക്കുന്നതിനേക്കാളും ഒരല്പം കൂടെ മധുരം ഇതിന് കൂടുതൽ ചേർക്കണം. അതായത് നമ്മൾ മാവ് പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് ഒരല്പം മധുരം കൂടി നിൽക്കുന്ന പരുവത്തിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഉള്ളൂ വട്ടയപ്പം പുഴുങ്ങി വരുമ്പോഴത്തേക്കും ആ മധുരം കണക്കായിട്ടിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ 1.5 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കപ്പ് എടുക്കുന്നോ ആ കപ്പിന് 1.5 കപ്പ് എടുക്കുക. ബാക്കിയുള്ള അളവുകളും ആ സെയിം കപ്പിന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ കമൻസായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.